ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ ഡേ 5 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ചിരുന്നത് നമ്മുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്നാണ്. കാരണം ഹാഫേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ മാക്സിമം ഷോർട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോസൊക്കെ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞു പോവും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഭയങ്കര മടിയനാണ്. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് താമസിക്കും. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത് അത് കുറച്ചൊരു സ്പീഡ് കൂട്ടിയിട്ട് ഡയറക്റ്റ് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. അല്ലാണ്ട് എഡിറ്റിങ്ങിനോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ നിൽക്കാറില്ല. പിന്നെ എഡിറ്റൊക്കെ ചെയ്യുന്നത് എൻ്റെ അനിയനാണ്. അവനാണെങ്കിൽ ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്നത് കാരണം അവനും ടൈമില്ല. പിന്നെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. എനിക്കാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ എഡിറ്റിങ്. കാരണം അതിന് നല്ല രീതിക്ക് ടൈം എടുക്കും. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര പാടുള്ള പരിപാടിയാണ്. എനിക്ക് എഡിറ്റിംഗ് അറിയാമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നവരെ ശരിക്കും സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടാണ് എഡിറ്റിങ്. നമുക്ക് ആദ്യം ഒരു ഐഡിയ വേണം, പിന്നെ അത് ഏതൊക്കെ ഡയറക്ഷനിൽ നിന്ന് നമ്മൾ ക്ലിപ്പ് എടുത്തു എന്ന് വേണം, അങ്ങനെ പല പിന്നെ അതിൻ്റെ ഓഡിയോ മിക്സ് ചെയ്യണം. ഭയങ്കര വലിയ ഒരു സംഭവമാണ്. എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ എൻ്റെ അശ്രദ്ധ മൂലം അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കത് തീരെ ഇഷ്ടമില്ല ആ 2 വീഡിയോയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ആകെ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രം ഒറ്റ സ്ട്രെച്ചിലിരുന്ന് ഞാൻ കാണും. എന്ന് വെച്ചാൽ ഓരോ പാട്ടായിട്ടാണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ പാട്ടും മീൻസ് ജസ്റ്റ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ അങ്ങനെ ജസ്റ്റ് മാത്രമേ നോക്കുകയുള്ളൂ. അല്ലാണ്ട് ഫുള്ള് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റയടിക്ക് ഒന്നുകൂടെ ഞാൻ നോക്കാറില്ല. അങ്ങനെ നോക്കാതിരുന്നിട്ട് 2 വീഡിയോയുടെ ലാസ്റ്റത്തെ ഭാഗത്ത് സൗണ്ടിന് എന്തോ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി തൊട്ട് അതും ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് മാക്സിമം പെർഫെക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. എനിക്ക് മടിയായതുകൊണ്ട് മാത്രമാണ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ഭയങ്കര ലാഗ് അടുപ്പിക്കുന്നത്. അയ്യോ, ഇപ്പോൾ ഇതാണ് എൻ്റെ കുഴപ്പം. ഇപ്പം തന്നെ ഏകദേശം 2 മിനിറ്റോളമായി ഞാൻ ചുമ്മാ ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അപ്പം എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും കട്ട് ചെയ്ത് കളയാനും പറ്റത്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ ഒരു കണ്ടിന്യൂറ്റി പോവും. അതുകൊണ്ടാണ് എനിക്ക് എഡിറ്റിങ് തീരെ ഇഷ്ടമില്ലാത്തത്. അതെന്തേലും ആട്ടെ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഇവിടെ സമയം എന്നല്ല, ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട്. അപ്പം 1 മണി ആയിട്ടുണ്ട്. അപ്പം നല്ല നട്ടുച്ചയാണ്, നല്ല വെയിലാണ്. ഈ സമയത്ത് ആക്ച്വലി വെയിലത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കാനായിട്ടിരുന്നത്, എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു. ഈ കെമിക്കൽ പീലിനെ പറ്റി കേട്ടിട്ടുണ്ട്, അതെന്താണെന്ന് അറിയുമോ, അല്ലെങ്കിൽ കെമിക്കൽ പീലിംഗ് സൊല്യൂഷനെ പറ്റി കുറേ യൂട്യൂബേഴ്സ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലത്തെ മെസ്സേജൊക്കെ വരുന്നു. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതുപോലത്തെ മെസ്സേജൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ വരാറുണ്ട്. പക്ഷേ 1-2 പേർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ചോദിക്കാറുള്ളൂ. അതും ചിലപ്പം ചിലരൊക്കെ കളിയാക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ കുറേ പേരൊക്കെ എനിക്കിങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചു. അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കൊരു സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം. എനിക്കറിയാവുന്നത് പോലെയല്ല, ഞാൻ മാക്സിമം റിസർച്ചൊക്കെ ചെയ്തിട്ട് ഗൂഗിളിലും അതുപോലെ എനിക്ക് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു. അതായത് മീൻസ് എനിക്ക് പണ്ട് കുറേ ഡോക്ടേഴ്സുമായിട്ട്
കണക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഐ മീൻ എനിക്ക് ചില പ്രൊമോഷനൊക്കെ വരുമല്ലോ. അപ്പോൾ പ്രൊമോഷനൊക്കെ വരുമ്പോൾ ചില ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ വരുമ്പോഴത്തേക്കും അവരുടെ തന്നെ ഡോക്ടേഴ്സ് നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലും മീൻസ് നമ്മളത് ഒരു പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും അതിന് മുമ്പ് നമുക്കത് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഒരു നമ്പർ നമുക്ക് തരും. അപ്പോൾ നമുക്ക് അവരുമായിട്ട് വേണേൽ കോൺടാക്റ്റ് ചെയ്യാം. എന്നിട്ട് അവരോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോഡക്റ്റിനെ പറ്റി അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പം അങ്ങനെ 2-3 ഡോക്ടേഴ്സിനെയൊക്കെ എനിക്കറിയാം. ഐ മീൻ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടാണ് മാക്സിമം എനിക്കറിയേണ്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ അറിയുന്നത്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് പറയാനായിട്ട് പോകുന്നത് കെമിക്കൽ പീലിംഗ് സൊല്യൂഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വലി ഞാൻ രണ്ട് കെമിക്കൽ പീലിംഗ് സൊല്യൂഷനാണ് മേടിച്ചത്. ഇത് ഒന്ന് ദ ഡെർമാക്കോ പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 15% AHA + 1% BHA ബിഗിനർ ഫേസ് പീലിംഗ് സൊല്യൂഷനാണ്. ഇതൊരു എന്താ പറയുക, ഒരു ബിഗിനർ, അതായത് നമ്മളിപ്പം പീലിംഗ് സൊല്യൂഷനൊക്കെ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയായിരിക്കും. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് വേറൊന്നുമാണ്, ഞാൻ കാണിച്ചു തരാം. അത് മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. മിനിമലിസ്റ്റിൻ്റെ എത്രയാണ് AHA BHA, അതായത് 32% AHA PHA BHA സൊല്യൂഷനാണ്. ഈ AHA PHA BHA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, പോളി ഹൈഡ്രോക്സി ആസിഡ് ആൻഡ് BHA എന്തായിരുന്നു, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. അപ്പം ഇത് മൂന്നുമാണ് ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അതുകൊണ്ടുള്ള യൂസേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു ഒരു സ്ക്രീൻഷോട്ട് പോലത്തെ ഒരു സംഭവം ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിടാം. അപ്പോൾ നിങ്ങൾക്കത് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, ആ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഉപയോഗം എന്താണ്, ബെനിഫിറ്റ് എന്താണ്, അതെന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് പോസ് ചെയ്തിട്ട് അത് ജസ്റ്റ് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ സംഭവങ്ങൾ പീലിംഗ് സൊല്യൂഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം നമ്മുടെ ഔട്ടർ ലെയർ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയർ, അത് ഇപ്പോൾ സൺ ടാൻ മൂലം ഇപ്പം നമുക്ക് ഓവറായിട്ട് ഇപ്പം ഞാനിപ്പോൾ വെയിൽ കൊള്ളുന്നില്ല, അതുപോലെ ഞാൻ ഓവറായിട്ട് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും നമുക്ക് ടാൻ അടിക്കുമല്ലോ. അങ്ങനെ ടാനൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഔട്ടർ ലെയർ ഉണ്ടല്ലോ, അതാണല്ലോ ഡാമേജ് ആകുന്നത്. അപ്പോൾ ആ ഔട്ടർ ലെയർ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് പീൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കെമിക്കൽ സൊല്യൂഷനാണ് ഈ രണ്ട് സംഭവങ്ങൾ. അപ്പം അതാണ് ഈ കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. ഇല്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ഒരിക്കലും ആരും ആ ഒരു ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ ആരും നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ ലെയറാണ് നമ്മൾ ഇത് പീൽ ചെയ്ത് കളയുന്നത്. അപ്പോൾ ഔട്ടർ ലെയർ പീൽ ചെയ്ത് കളയുമ്പോഴത്തേക്കും അതുകൊണ്ട് അപ്പം ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും ആ ഔട്ടർ ലെയർ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നല്ലതിനേക്കാൾ കൂടുതൽ അത് ദോഷമായിട്ട് നമുക്ക് വരുത്തുള്ളൂ. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡീമെറിറ്റ്സ്. അപ്പോൾ പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഈ കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ ഞാൻ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ ബിഗിനർ പീലിംഗ് സൊല്യൂഷനാണ്. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ മാസത്തിൽ 2-3 തവണ, അത്രയൊക്കെ ഒരു മാസത്തിൽ 2-3 തവണ അത്രയൊക്കെ നമ്മളിത് യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഡെയിലി ഇത് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഞാൻ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു പീലിംഗ് സൊല്യൂഷനാണ്, ഈ റെഡ് കളറിലെ ഡെർമാക്കോ പ്ലസിൻ്റെ. പിന്നീടാണ് ഞാൻ ഈ മിനിമലിസ്റ്റിൻ്റെ ഇത് യൂസ് ചെയ്തത്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാനായിട്ട് നമ്മുടെ ഇത് യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. അതിന് ശേഷം നമ്മളൊരു ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മൾ കഴുകിക്കളയണം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ ആ സ്കിന്ന് ഡെഡ് സെൽസ് ഉണ്ടല്ലോ, ഔട്ടർ സെല്ല്, അത് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുകയാണ്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ സൈഡിൽ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഞാൻ ഇതിൻ്റെ അകത്ത് മിനിമലിസ്റ്റിൻ്റെ പീലിംഗ് സൊല്യൂഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. സൈഡിൽ വീഡിയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ
ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അതായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെർമാക്കോടെ മേടിക്കാനേ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഇതുപോലത്തെ ഭയങ്കര അതായത് 32% ഉണ്ട്. അത്രയും കൂടിയ ഇതൊന്നും ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒരു 15% ഒക്കെ മേടിച്ച് തുടങ്ങിയേച്ചാൽ മതി. അതൊക്കെയാണ് ഈ ഒരു പീലിംഗ് സൊല്യൂഷനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മുടെ ആക്നി, സ്കാറ്, പിന്നെന്താ പിമ്പിൾസിനെ ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്താ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറാൻ, പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്താക്കാൻ, ഈ ടാനിങ് ഉണ്ടെങ്കിൽ അത് മാറാൻ, ഡിസ്കളറേഷൻ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെയിനായിട്ട് ഈ പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം അയ്യോ കൈവേദന എടുക്കടേ, ഇങ്ങനെ നിന്ന് കൈവേദന എടുക്കും. ഞാൻ ഇതൊന്ന് ഇവിടെ വെച്ചോട്ടെ. ഇന്നും മിക്കവാറും എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഇതിൻ്റെ അത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നത്. കണ്ടോ 10 മിനിറ്റായി ഇപ്പോൾ തന്നെ. അയ്യോ. അപ്പം അതൊക്കെയാണ് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ്റെ യൂസസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസസ് ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടേക്കാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഈ പീലിംഗ് സൊല്യൂഷനെ പറ്റിയിട്ടുള്ളത് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. അത്രയേ ഉള്ളൂ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്നിപ്പം അത്യാവശ്യം കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നല്ല മഴക്കാറുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. നല്ല മഴ ഇല്ല, നല്ല വെയിലാണ്. ആ ഭാഗത്തൊക്കെ നല്ല വെയിലാണ്. പക്ഷേ ആ ഭാഗത്തൊക്കെ കണ്ടോ ഭയങ്കര മഴക്കാറാണ്. അതെ, ആ ഭാഗത്തൊക്കെ. അപ്പോൾ ഇന്ന് നല്ല മഴക്കാറായതുകൊണ്ട് തന്നെ തുണി അലക്കിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷേ എനിക്ക് തുണി അലക്കിയേ പറ്റുള്ളൂ ഇന്ന്. അതുകൊണ്ട് ഇന്ന് തുണി അലക്കണം. പിന്നെ ഫുഡ് എടുക്കാൻ പോകണം. താഴത്ത് പോയി ഫുഡ് എടുക്കാൻ പോകണം, ഫുഡ് കഴിക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്നിട്ട് എനിക്കിനിപ്പം റൂമിൽ പോയി ചുമ്മാ ഇരിക്കണം. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. എനിക്കാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ എഡിറ്റിങ്. പക്ഷേ വേറെ നിവൃത്തിയില്ല, നമ്മൾ എഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. കാരണം നമ്മുടെ ഡെയിലി വ്ളോഗ് ചാലഞ്ച് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 5 ഡേയ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇത് 5ാമത്തെ ദിവസമാണ്. അപ്പോൾ 5ാമത്തെ ദിവസത്തെ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യണം. എനിക്കിത് ഈ ഒരു ചാലഞ്ചെങ്കിലും എനിക്ക് എനിക്ക് ജയിക്കണം എന്നല്ല, ഈ ഒരു ചലഞ്ചെങ്കിലും ഞാൻ മര്യാദയ്ക്ക് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ വെയിലത്തൊന്നും കൊണ്ട് ഒരുപാട് നേരം വെക്കരുത് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ താഴത്തോട്ട് പോവാണ്. എന്നിട്ട് ഈ വീഡിയോയ്ക്ക് അത് പറ്റുവാണെങ്കിൽ ഞാൻ തുണി അലക്കുന്നതും കൂടെ കാണിക്കാം. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഔട്ട്ഡോർ എടുത്തിട്ട് ഈ വീഡിയോ ഇത്രയും വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഔട്ട്ഡോർ വെറുതെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇൻ കേസ് എനിക്ക് തുണി അലക്കുന്ന വീഡിയോ, ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുക ഇതിൻ്റെ അകത്തോട്ട് കയറ്റാനായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം ഞാൻ അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് കയറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പം തന്നെ ഈ വീഡിയോയുടെ ഇതായിട്ട് ഞാൻ ഔട്ട്ഡോറും കൂടി എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം ആയിരുന്നു. ഇല്ല, ഒന്നും പറയാനില്ല. ഓക്കെ, ശരി, ബായ്. ഇതേ കേട്ടോ, ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഈ സാധനം ഇരിക്കുകയാണ് കേട്ടോ. ഇതെന്തായാലും അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇല്ല, നിന്നെ ഞാൻ ഫേമസ് ആക്കും. പേച്ചെറിച്ച് കഴുകട കഴുതേ. അങ്ങനെ തന്നെ ഒരച്ച് കഴുകും.